നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകൾ നമ്മുടെ മനസ്സിന് ശാന്തിയും സന്തോഷവും പകരുന്ന സ്ഥലമാണ്. പക്ഷേ ആ ഇടം കൂടുതൽ സജീവവും പ്രകൃതിക്ക് അനുയോജ്യവുമായതുമാക്കാൻ സഹായിക്കുന്നത് എന്താണ്? അതെ, ചെറിയൊരു ചെടി പോലും നമ്മുടെ ചുറ്റുപാടിനെ പൂർണ്ണമായി മാറ്റിമറിച്ചേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ഒരു പ്രകൃതി സൗന്ദര്യമായ ഇൻഡോർ പ്ലാന്റ്. അതാണ് പാർലർ പാം. ഇൻഡോർ പ്ലാന്റ് ലോകത്ത് അല്പം സമയമെങ്കിലും താല്പര്യം പുലർത്തിയവർക്ക് ഇതൊരു പുതിയ പേരല്ല. എത്രയും കുറവ് സംരക്ഷണത്തിൽ പോലും തഴച്ചു വളരുന്ന, എളുപ്പത്തിൽ വീടിന്റെ ആകർഷണമായി മാറുന്ന ചെടിയാണിവ. നമ്മുടെ ഡ്രോയിങ് റൂമിലും ഓഫീസ് ഡെസ്കിലും കോണിലൊരിടത്തും വെച്ചാൽ മതി, പ്രകൃതിയുടെ ശാന്തത കയറി വരും നിങ്ങളുടെ ചുറ്റുപാടിലേക്കും മനസ്സിലേക്കും. വളരെ കുറഞ്ഞ പരിചരണത്തിലൂടെ തന്നെ ഇതിന് വളരാനുള്ള കഴിവുണ്ട്. സാന്ദ്രമായ ഇലകളും മൃദുലമായ രൂപവുമാണ് ചെടിയുടെ പ്രധാന ആകർഷണം. വ്യാവസായികത്തിലും വിപണിയിലും വളരെയധികം സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ കർഷകരും തോട്ടക്കാർക്കും ഇത് വലിയൊരു ആശ്വാസമാകുന്നത്. പാർലർ പാം കൃഷിയിലൂടെ ആലങ്കാരിക ചെടികളുടെ വിപണിയിൽ നമ്മൾക്കും സ്ഥാനം കണ്ടെത്താൻ സാധിക്കും. മെക്സിക്കോയിലെ മഴക്കാടുകളിലാണ് പാർലർ പാം ധാരാളമായി കാണപ്പെടുന്നത്. ഇത് പാർലർ പന എന്നും അറിയപ്പെടുന്നു. ഈ ചെടി നേരിട്ടുള്ള സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്താണ് കൂടുതൽ നന്നായി വളരുന്നത്. ഫോർമാൽഡിഹൈഡും സൈലീനും നീക്കം ചെയ്യുന്ന ശക്തമായ വായു ശുദ്ധീകരണ ഗുണങ്ങൾ പാർലർ പാമിനുണ്ട്. ഇത് വീടിന്റെ ഇൻഡോർ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. നാസയുടെ വായു ശുദ്ധീകരിക്കുന്ന വീട്ടുചെടികളുടെ പട്ടികയിലും ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വെളിച്ചമായാലും മങ്ങിയ വെളിച്ചമായാലും പാർലർ പാം പതുക്കെ മാത്രമാണ് വളരുന്നത്. ഈ ചെടിക്ക് വളരാൻ നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ല. വളരെ വർഷങ്ങളെടുത്താണ് ചെടി അതിന്റെ പരമാവധി വലുപ്പമായ 3-4 അടി ഉയരത്തിലെത്തുന്നത്. വെള്ളവും വളരെ കുറച്ചു മതി. തണുപ്പ് കാലത്ത് കാര്യമായി നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഡോർ പ്ലാന്റായി വളർത്തുമ്പോൾ കുറെ ചെടികൾ ഒരു പാത്രത്തിൽ തന്നെ നടാവുന്നതാണ്. ഇങ്ങനെ വളർത്തുമ്പോൾ ഓരോ ചെടിയും നേരെ കുത്തനെ വളരുകയും കൂടുതൽ ആകർഷകത്വം ലഭിക്കുകയും ചെയ്യും. ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ ഓരോ വർഷം കൂടുമ്പോഴും വളർച്ചയ്ക്കനുസരിച്ച് പാത്രം മാറ്റി കൊടുക്കേണ്ടി വരും. പൂർണ്ണ വളർച്ചയെത്തിയാൽ പിന്നെ മേൽമണ്ണ് മാത്രം മാറ്റി നിറച്ചാൽ മതി. ഈ ചെടി വീടിനകത്തുള്ള കുറഞ്ഞ വെളിച്ചത്തിൽ വളർത്തുന്നതാണ് ഉത്തമം. ഈ ചെടിയിൽ കുലകളായുള്ള ചെറിയ വെളുത്ത പൂക്കൾ ഉണ്ടാകും. പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുതും ചുവപ്പ് കലർന്ന കറുപ്പ് നിറത്തോടു കൂടിയതുമായ കായകളും ഉണ്ടാകും. വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും വലിയ ശത്രുവെന്നത് അന്തരീക്ഷത്തിൽ ഈർപ്പം കുറയുന്നതാണ്. കൃത്യമായി നനയ്ക്കണം. വേരുകൾക്ക് ചുറ്റും പുതയിടൽ നടത്തിയാൽ ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയാം. ഉച്ചയ്ക്കുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഈ പന വളർത്തരുത്. വിത്തുകൾ മുളയ്ക്കാനുള്ള അനുയോജ്യമായ താപനില 29 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വളരെ മാസങ്ങളെടുത്താണ് വിത്തുകൾ മുളയ്ക്കുന്നത്. 2 ഇലകൾ പ്രത്യക്ഷപ്പെട്ടാൽ ചെടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നടാവുന്നതാണ്. വളരെ ആഴത്തിൽ വേരുകൾ കുഴിച്ചിടരുത്. നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഉള്ള ചെടികൾക്ക് പല രീതിയിലൂടെ ഈർപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒന്നാമതായി, ചെടികളിൽ നേരിയ മൂടൽമഞ്ഞ് തളിക്കുക. ആഴ്ചയിൽ 3-4 തവണ മൂടൽമഞ്ഞ് പുരട്ടുക. ഇത് ചിലന്തിപ്പുഴുക്കൾ ചെടിയെ ആക്രമിക്കുന്നത് തടയും. കാരണം മൂടൽമഞ്ഞ് ചെടിയെ പൊടിയിൽ നിന്ന് മുക്തമാക്കാൻ സഹായിക്കുന്നു. രാസവസ്തുക്കളോ കുമ്മായമോ അടങ്ങിയിട്ടില്ലാത്ത മഴവെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കുക. തളിക്കുന്നതിന് മുമ്പ് അത് ചെറു ചൂടുള്ളതാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി, ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക. ശൈത്യകാലത്ത് അധിക ഈർപ്പം ചേർക്കുന്നത് ചെടികൾക്ക് നല്ലതാണ്. ഒന്നാമതായി, കുറച്ച് പെബിൾ ട്രേകൾ ഉണ്ടാക്കുക. നനയ്ക്കുമ്പോൾ ദ്രാവകം കലത്തിലെ ദ്വാരങ്ങളുടെ അടിയിൽ നിന്ന് പെബിൾ ലൈൻ ചെയ്ത ട്രേയിലേക്ക് ഒഴുകുന്നു. അത് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് ചെടിക്ക് ചുറ്റും ഈർപ്പമുള്ള മൈക്രോ ക്ലൈമറ്റും സൃഷ്ടിക്കുന്നു. ബാത്റൂം ഉപയോഗിക്കുക. ആവശ്യത്തിന് വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങളുടെ പാർലർ പ്ലാന്റ് സ്ഥാപിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാം. ബാത്റൂം സാധാരണയായി വീട്ടിലെ ഏറ്റവും ഈർപ്പമുള്ള പ്രദേശമാണ്. ഇത് സ്വാഭാവികമായും ഈർപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങളുടെ പന വളർത്തുന്നതിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. കൂടാതെ നിങ്ങളുടെ ചെടികൾക്ക് 30 സെക്കൻഡ് നേരത്തേക്ക് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാനും കഴിയും. ചൂടുള്ള സ്ഥലങ്ങളും ഡ്രാഫ്റ്റുകളും ഒഴിവാക്കുക. റേഡിയേറ്ററുകൾക്ക് സമീപമോ വാതിലുകൾക്കും ഇടനാഴികൾക്കും സമീപമോ നിങ്ങളുടെ ചെടികൾ സ്ഥാപിക്കരുത്. കാരണം ഡ്രാഫ്റ്റുകൾ ഈർപ്പം കുറയ്ക്കും. അതേസമയം മിക്ക ഈന്തപ്പനകളെയും പോലെ പാർലർ പാമ്പുകളും സ്വയം വൃത്തിയാക്കാവുന്നതാണ്. അതിനാൽ അവയുടെ പഴയ ഇലകൾ സ്വാഭാവികമായും പൂർണ്ണമായും തവിട്ട് നിറമാവുകയും പരസഹായമില്ലാതെ ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങളുടെ ചെടി ആരോഗ്യകരമായി നിലനിർത്താൻ നിങ്ങൾക്ക് ഇടയ്ക്കിടെ അതിനെ വെട്ടിമാറ്റാം. മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് തവിട്ട് മഞ്ഞ ഇലകൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ മാത്രം നീക്കം ചെയ്യുക. ഇത് ചെടിയുടെ പുതിയ വളർച്ചയ്ക്കായി
കൂടുതൽ ഊർജം ചെലവഴിക്കാൻ അനുവദിക്കുന്നു. കളർ പാം നിരവധി കീടരോഗകാരി പ്രശ്നങ്ങൾക്ക് വിധേയമാണ്. ചെടികൾക്ക് ചെതുമ്പൽ പ്രാണികൾ, മീലിമുട്ടകൾ, ചിലന്തി, കാശ് എന്നിവയാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഫാൾറർ ഈന്തപ്പന വീട്ടുചെടികളെ ബാധിച്ചേക്കാവുന്ന സാധാരണ രോഗകാരികൾ ഫംഗസ്, ഇലപ്പുള്ളി, വേരുചീയൽ, തണ്ട് ക്യാൻസറുകൾ എന്നിവയാണ്. ഫംഗസ്, ഇലപ്പുള്ളികളും വേരുചീയലും സാധാരണയായി അമിതമായ നനവ്, മറ്റ് ഈർപ്പം പ്രശ്നങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അണുബാധയെ ചെറുക്കാൻ കഴിവുള്ള ആരോഗ്യകരമായ ഒരു ചെടി നിലനിർത്തുന്നതിലൂടെയാണ് രോഗകാരി പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിരോധം. ഫംഗസ്, ബാക്ടീരിയ, മഞ്ഞ് എന്നിവ മൂലമാകാം കറിവേപ്പില ഉണ്ടാകുന്നത്. വായു, കാറ്റ്, മൃഗങ്ങൾ, ചെടികളുടെ കത്രിക എന്നിവയിലൂടെയും മറ്റും ഇത് പടരും. സാധാരണയായി ഒരു മുറിവിലോ ദ്വാരത്തിലോ ഒരു കത്രിക അണുബാധ രൂപം കൊള്ളുന്നു. ഇത് ചെടിയെ കൊല്ലുകയും രോഗബാധിതമായ പ്രദേശത്തിന് മുകളിലുള്ള ചെടിയുടെ ഭാഗത്തേക്ക് പോഷകങ്ങളുടെ ഒഴുക്ക് തടയുകയും ചെയ്യുന്നു. രോഗബാധിത പ്രദേശത്തിന് മുകളിലുള്ള ഏത് ഭാഗവും ക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. ശരിയായ പ്രൂണിങ്ങിലൂടെയും പരിപാലനത്തിലൂടെയും പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. ഫാൾറർ പാം ഒരു ചെറുതായെങ്കിലും അത്യന്തം മനോഹരമായ, പരിപാലിക്കാൻ എളുപ്പമുള്ള ഇൻഡോർ ചെടിയാണ്. ഇതിന്റെ ലളിതമായ സൗന്ദര്യവും ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ഒരു ചുറ്റുപാടിനും മനസ്സിനും പുത്തൻ ചൈതന്യം നൽകുന്നു. ഇന്നത്തെ കെട്ടിപ്പടുത്തിയ ജീവിതശൈലിയിൽ പ്രകൃതിയോട് അടുത്തിരിക്കാൻ ഇതുപോലുള്ള ചെടികൾ വലിയൊരു കരുതലായി തീരുന്നു. കൂടുതൽ ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.